കൊച്ചി കളമശ്ശേരിയിൽ യുവതിയെ ആക്രമിച്ച് പണവും ആഭരണങ്ങളും കവർന്ന കേസിൽ വഴിത്തിരിവ്. പ്രതി ലക്ഷ്യമിട്ടത് പീഡനമെന്ന് പോലീസ്. പത്തടിപ്പാലത്ത് ജോലി ചെയ്യുന്ന പാലക്കാട് അഗളി സ്വദേശിയാണ് പ്രതി. പെൺകുട്ടിയിൽ നിന്ന് നഷ്ടമായ ആഭരണങ്ങളും സ്വർണവും കണ്ടെടുക്കാൻ ശ്രമം തുടരുന്നതായി കൊച്ചി DCP ഷഹൻ ഷാ വ്യക്തമാക്കി. ലേഡിയിൽ നിന്നും അജീവിതയിൽ നിന്നും മൊബൈൽ ഫോണും അതുപോലെ തന്നെ അജീവിതയുടെ ജ്വല്ലറിയും കവർച്ച ചെയ്യുകയുണ്ടായി. കൂട്ടുകാരെ ഒന്നിച്ച് മദ്യപിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പുറത്തു വരികയും ചെയ്യുകയുണ്ടായി. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി ഈ നമ്മുടെ അജീവിത വഴി വരികയുണ്ടായിരുന്ന അജീവിതയുടെ കയ്യിൽ നിന്നും പണവും അതുപോലെ തന്നെ അജീവിതയെയും ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് പ്രതി തീരുമാനിക്കുകയും ഒരു ഇൻസിഡൻറ്റ് നടക്കുകയാണ് ഉണ്ടായിരുന്നത്. ഇതിലൂടെ പ്രാഥമികമായിട്ടുള്ള നമ്മുടെ ഇൻവെസ്റ്റിഗേഷനിൽ നിന്നും നമുക്ക് ഈ ഒരു കേസിന് ആസ്പദമായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും എല്ലാ വെരിഫിക്കേഷനും കിട്ടുകയുണ്ടായി. പ്രതിയെ ഇന്നലെ പ്രതിയുടെ സ്വദേശം പാലക്കാട് അഗളി വീട്ടിൽ നിന്നും പിടിക്കാൻ നേരം പ്രതിയുടെ കയ്യിൽ നിന്നും കവർച്ചയ്ക്ക് യൂസ് ചെയ്ത വണ്ടിയും അതുപോലെ തന്നെ ഈ അജീവിതയുടെ മൊബൈൽ ഫോണും റിക്കവർ ചെയ്യുകയുണ്ടായി. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, സ്പോട്ട് ലൈവ് ഈ വിഷയം ഇതിനു മുൻപ് പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. കാരണം കൊച്ചി കളമശ്ശേരിയിലെ ജോലി കഴിഞ്ഞ് പോകുന്ന വഴി രാത്രിയിൽ യുവതിക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് നഗരപരിധിയിലാണ്. ഈ പ്രതിയെ ഇതുവരെയും, അതായത് ഈ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പിടികൂടാത്തതിൽ വലിയ ആക്ഷേപം പോലീസ് നേരിടേണ്ടി വന്നതുമാണ്. ഒടുവിൽ എന്തായാലും ഈ അക്രമിയെ പിടികൂടാൻ കഴിഞ്ഞിരിക്കുന്നു. മോഷണമല്ല, പീഡനത്തിനാണ് ഇയാൾ ശ്രമം നടത്തിയതെന്നാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. പ്രതിയെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ഇയാളുടെ പശ്ചാത്തലം എന്താണ്? എങ്ങനെയാണ് ഇയാൾ കൊച്ചിയിലെത്തിയത്? അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടെന്നോ? ടോം, ഈ പ്രതിയെ പിടികൂടിയ വ്യക്തിയുടെ തിരിച്ചറിയൽ പരേഡ് അടക്കം നടത്തേണ്ട ആവശ്യമുള്ളതിനാൽ പോലീസ് ഈ പ്രതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ തയ്യാറായിട്ടില്ല. കാരണം ഈ പെൺകുട്ടി യുവാവിനെ തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെ ദൃശ്യങ്ങളടക്കം മുഖം കാണിക്കുന്നതടക്കം പോലീസ് തടഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഇയാളുടെ വ്യക്തിപരമായിട്ടുള്ള വിവരങ്ങളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല. അഗളി സ്വദേശിയാണെന്ന് മാത്രമാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഈ പെൺകുട്ടിയെ ലൈംഗികമായി ഉപദ്രവിക്കുക എന്നൊരു ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് യുവാവ് ഇത്രയും വലിയൊരു അതിക്രമം കാണിക്കാൻ ശ്രമം നടത്തിയത്. അതിനിടയിലാണ് യുവതിയുടെ മാലയും ഒരു കമ്മലും ബാഗിലുണ്ടായിരുന്ന ഫോൺ, പണം ഇതെല്ലാം അടക്കം മോഷ്ടിച്ചു കൊണ്ട് പോവുകയും ചെയ്തത്. ഇയാൾ KSEB കരാർ ജീവനക്കാരനാണ് എന്നുകൂടി പോലീസ് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെക്കുറിച്ച് നല്ല ധാരണയുള്ള ഒരു വ്യക്തി കൂടിയാണ്. ഈ പ്രദേശത്ത് കുറിച്ച് നല്ലതായിട്ട് KSEBയുടെ ജോലിയൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ പ്രദേശത്തെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സമയത്ത് ഒഴിഞ്ഞ പ്രദേശമാണ്, അവിടെ യുവതി പോകുന്നത്. ചിലപ്പോൾ നേരത്തെ തന്നെ ഇത്തരത്തിലുള്ളൊരു നിരീക്ഷണം ഇയാളുടെ ഭാഗത്ത് നിന്ന് നടന്നിട്ടുണ്ടാകാം എന്നൊരു സംശയമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇങ്ങനെ ഈ പെൺകുട്ടിയോട് ക്രൂരത കാണിക്കുകയും ഇത് മോഷ്ടിച്ച് കടന്നു കളയുകയും ചെയ്തത്. ഏകദേശം 200-ലധികം CCTV ദൃശ്യങ്ങൾ നടത്തിയ പരിശോധനയ്ക്കൊടുവിലാണ് പ്രതിയെ പിടികൂടാൻ പോലീസിന് സാധിച്ചത്. എന്തായാലും വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഇയാളുടെ തിരിച്ചറിയൽ പരേഡ് അടക്കം നടത്തേണ്ടതുള്ളത് കൊണ്ട് പോലീസ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ തയ്യാറായിട്ടില്ല. എന്നാലും പോലീസ് ഒരു കാര്യം പറയുന്നത്, ഈ ലൈംഗികമായി ഉപദ്രവിക്കുക എന്നൊരു ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് പെൺകുട്ടിയെ കടന്നു പിടിക്കുകയും പിന്നീട് ഈ മോഷ്ടിച്ചു കൊണ്ടുപോവുകയും ചെയ്തത്. വെച്ചാൽ മോഷണം മുതൽ പോലീസിന് കണ്ടെത്താനും സാധിച്ചിട്ടില്ല. അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ആ മോഷ്ടിച്ച സാധനങ്ങൾ തിരിച്ച് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും പോലീസിനെ സംബന്ധിച്ച് ആശ്വാസകരമാണ്. കാരണം ഇത്രയും അധികം ദിവസങ്ങളായി പോലീസിന്റെ കണ്ണിൽപ്പെടാതെ ഇരുട്ടിന്റെ മറവിലായിരുന്നു ഈ പ്രതി. ഏറ്റവും ഒടുവിൽ എന്തായാലും പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് പോലീസ് നൽകുന്ന സൂചന? ഇത് ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണ്. സമാനമായ കുറ്റകൃത്യങ്ങൾ ഇതിനു മുൻപ് ഇയാൾ നടത്തിയിട്ടുണ്ടോ? അത്തരം കാര്യങ്ങളൊന്നും പോലീസ് പറയുന്നില്ല. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എന്താണ് ഈ പെൺകുട്ടിക്ക് നേരെ ഉണ്ടായ അതിക്രമം, അതിൽ മാത്രമാണ് പോലീസ് ഒരു വിശദീകരണം നടത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എങ്ങനെയാണ് പിടികൂടിയത്, ഏകദേശം 200-ലധികം CCTV ദൃശ്യങ്ങൾ, 1,00,000-ലേറെ ടവർ ലൊക്കേഷൻ, ഇതെല്ലാം പരിശോധിച്ചതിനൊടുവിലാണ് അഗളി സ്വദേശിയായിട്ടുള്ള ഈ പ്രതിയിലേക്ക് പോലീസ് എത്തിയത്. ഇനി തിരിച്ചറിയൽ പരേഡ് നടത്തേണ്ടതുള്ളത് കൊണ്ട് കൂടുതൽ വിശദാംശങ്ങൾ, ഈ പ്രതിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ പോലീസ് പുറത്തുവിടാൻ തയ്യാറായിട്ടില്ല. എന്തായാലും ഈ മോഷ്ടിച്ച സാധനങ്ങൾ തിരിച്ചു കിട്ടിയിട്ടുമില്ല, പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത് കണ്ടെത്തേണ്ടതും അടുത്ത ലക്ഷ്യമാണ്. ഒപ്പം ഈ പെൺകുട്ടി യുവാവിനെ തിരിച്ചറിയേണ്ടതുണ്ട്. ഇനി അത്തരത്തിലുള്ള
നടപടിക്രമങ്ങളായിരിക്കും അടുത്തതായി പുരോഗമിക്കുക. എന്തായാലും ഇയാൾ മദ്യപിച്ചാണ്, സുഹൃത്തുക്കൾക്കൊപ്പം ഇരുന്ന് മദ്യപിച്ച ശേഷമാണ് ഇത്തരത്തിലൊരു അതിക്രമം പെൺകുട്ടിക്ക് നേരെ നടത്തിയത് എന്നുകൂടി പോലീസ് പറയുന്നുണ്ട്. KCBയുടെ കരാർ ജീവനക്കാരനായതിനാൽ ആ സ്ഥലത്തെക്കുറിച്ച്, കളമശ്ശേരിയിലെ ഈ HMT കവലയെക്കുറിച്ചും ഇവിടുത്തെ ഒഴിഞ്ഞ പ്രദേശത്തെക്കുറിച്ചൊക്കെ നല്ല ധാരണയുള്ളൊരു വ്യക്തി കൂടിയാണ്. ജോലി കഴിഞ്ഞ് മടങ്ങി വരവെയായിരുന്നു ഈ പെൺകുട്ടിക്ക് നേരെ യുവാവിന്റെ അതിക്രമം ഉണ്ടാകുകയും പിന്നീട് 1 പവൻ മാലയും ഒരു കമ്മലും കയ്യിൽ കരുതിയിരുന്ന ബാഗുമായിട്ട് മോഷ്ടിച്ച് ഇയാൾ കടന്നു കളഞ്ഞത്. നവമി, നമുക്കറിയാം, കാരണം ഈ ജോലി കഴിഞ്ഞ് നമ്മൾ രാത്രി സമയങ്ങളിലൊക്കെ സഞ്ചരിക്കുന്നവരാണ്, യാത്ര ചെയ്യുന്നവരാണ്. പ്രത്യേകിച്ചൊരു കൊച്ചി നഗരം എന്ന് പറയുമ്പോൾ രാത്രി സമയവും വളരെ സജീവമാണ്. സ്ത്രീകൾക്ക് ഏറ്റവും സുരക്ഷിതമായി യാത്ര ചെയ്യാൻ കഴിയുന്നൊരു സ്ഥലമെന്നൊക്കെ നമ്മൾ പൊതുവെ കരുതും. പക്ഷെ അവിടെയാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത്, ഒരു യുവതിക്ക് നേരെ അതിക്രമം ഉണ്ടായത്. ഇതിനടിസ്ഥാനത്തിൽ പോലീസിൻ്റെ പരിശോധനകൾ അല്ലെങ്കിൽ രാത്രികാല പട്രോളിങ്ങുകളൊക്കെ ശക്തമാക്കാനുള്ളൊരു നടപടി സ്വീകരിക്കേണ്ടതല്ല. അതുമായി ബന്ധപ്പെട്ട് പോലീസ് എന്തെങ്കിലും നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടോ? ഏതായാലും പോലീസ് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും വ്യക്തമാക്കിയിട്ടില്ല. പോലീസിന്റെ പരിശോധന കൊച്ചി നഗരത്തിൽ ഉണ്ട്. ഇതിപ്പോ ഒഴിഞ്ഞ ഇടങ്ങളിലേക്ക് ആകുമ്പോഴാണ് പോലീസിന് ഇത്തരത്തിലുള്ളൊരു സംഭവങ്ങളൊക്കെ അറിയാൻ സാധിക്കുന്നത്. എന്തായാലും പോലീസ് പരിശോധന ശക്തമാക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നതും. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിന്റെ കൂടി സമയമായതിനാൽ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ പോലീസിന്റെ പരിശോധന എല്ലാ ഇടങ്ങളിലും രാത്രിയും പകലും ഉണ്ടാകുമെന്ന് കൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. നവമി ദിനേശാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.